വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീസൺഡ് സ്പാച്ചുല. ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ വൈറലായ ചീസ് കേക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും 2 പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും എടുത്ത് ബീറ്റ് ചെയ്യാം. ഇതിങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് സ്റ്റിഫായിരിക്കണമെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ ഒരു തുള്ളി പോലും ഉണ്ടാവരുത്. ഇപ്പോൾ ഇത് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി മഞ്ഞ എടുക്കാം, അത് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിനുള്ള ഉപ്പ്, പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കാത്ത തണുക്കാത്ത പാലാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു സ്പാച്ചിൽ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സായതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർക്കാം. കുറേശ്ശെയായി യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നേരത്തെ ഞാൻ ബട്ടർ പേപ്പർ ഓയിലൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മാറ്റാം. നന്നായി തട്ടിക്കൊടുക്കാം. ഇനി നേരത്തെ ചൂടാക്കി വെച്ച ഈ പാത്രത്തിലോട്ട് ബേക്കിംഗ് ട്രേ ഇറക്കി വെക്കാം. ഇനി അത് അടച്ചു വെക്കാം. ഒരു 45-50 മിനിറ്റിന് ശേഷം കേക്ക് റെഡി ആയിട്ടുണ്ടാകും. അതിന് ശേഷം നോക്കാം. അപ്പോഴേക്കും കേക്കിന് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും, പിന്നെ ക്രീം ചീസും ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കേക്ക് റെഡിയായിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം.
കേക്കിന് നടുവേ മുറിച്ച് 2 ഭാഗമാക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് കണ്ടത്. ഞാൻ റൗണ്ടായിട്ടാണ് ഉണ്ടാക്കിയത്. ഈ കേക്കിന് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ചേർക്കാം. അടുത്ത ഭാഗവും എടുത്തു വെച്ച് അതിൻ്റെ മേലെയും ഈ ഫില്ലിംഗ് ചേർക്കാം. ഈ കേക്ക് ബോർഡിലേക്ക് മാറ്റി നേരത്തെ ഞാനൊരു പ്ലേറ്റിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇത് കേക്ക് ബോർഡിലേക്ക് മാറ്റി. ഇനി ഈ കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെദാർ ചീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യാനും മറക്കല്ലേ.